അസ്സലാമു അലൈക്കും. സാബിറ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. സാബിത്താൻ്റെ സാബി വ്ളോഗ് എന്ന് പറഞ്ഞ ചാനൽ ഒരു മിസ്സിങ് ആയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാനുള്ള സകല മുങ്ങിത്തപ്പലിൻ്റെ അകത്താണ് ഇപ്പം സാബിത്ത ഉള്ളത്. തിരിച്ച് കിട്ടും ഇൻഷാ അല്ലാ. പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇവിടെ പ്രാർത്ഥന വേണം. ചില ആൾക്കാരുണ്ടാവും. അപ്പം ഇതാരെ പറ്റിയ പറയുന്നത് നിങ്ങൾ അറിയോ? ഈ ജുമൈല എന്ന് പറയുന്ന ഒരാള് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആളാണ്. ഞാൻ ഇപ്പം ഈ പുതിയ ചാനൽ തുടങ്ങിയവരെ ഞാൻ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഒന്നിക്കുന്നതിൻ്റെ സമയങ്ങളും മണിക്കൂറുകളില്ലാതെ സെക്കൻഡ് നേരം എന്നില്ലാതെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അത്രയും വീഡിയോസ് ഇടുന്ന സമയത്തെല്ലാം ഈ ജുമൈല എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ഇടുന്നുണ്ട്. താങ്ക് യു ജുമൈല, താങ്ക് യു, ഐ ലവ് യു. സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ജുമൈലാക്ക് മാത്രമുള്ള മറുപടിയല്ല, ഒരുപാട് ആൾക്കാർക്ക് ഉള്ള മറുപടിയാണ്. എൻ്റെ 80% ആളെ ഞാൻ മാറ്റി നിർത്തിയിട്ട് 20% നമ്മളെ ഹലാലല്ലേ ഹറാമല്ലേ ആനയല്ലേ കുതിരയല്ലേ തള്ളച്ചി തുറകം വേണ്ടേ എന്നെല്ലാം പറയുന്ന കുറച്ച് കമൻ്റ് ഇടുന്നൊരു 20% ബേളന്മാരുണ്ട്. അവരോടാണ് പറയുന്നത്. അതിൽപ്പെട്ട ജുമൈല അല്ല. എന്നാലും ബേളന്മാരെ സ്നേഹം തന്നെയാണ് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ കണ്ടത് കൊണ്ടല്ലേ നമ്മളെ വീഡിയോസ് എല്ലാം ഇങ്ങനെ റീച്ചായെന്ന്. ഐ ലവ് യു. നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ പേണ്ടിട്ട് തുള്ളിയത് കൊണ്ടാണോ നരകം? ഞാൻ ഫർദയും മക്കനിൽ തുള്ളിയതാണോ നരകം? ഞാൻ വീഡിയോസിൽ ഇങ്ങനെ തലയെക്കെട്ട് കെട്ടിയിട്ട് വന്നതാണോ നരകം? അല്ലെങ്കിൽ മക്കളെ ഒരു ഷർട്ട് എടുത്ത് വാറ്റിന് കെട്ടി ഡാൻസ് കളിച്ചതാണോ കുറ്റം, തെറ്റ്? ഇതെല്ലാം കണ്ടിരിക്കുന്ന മുത്തുമണികളെ, 80% വരുന്ന മുത്തുമണികളെ, ഇതെല്ലാം 24 മണിക്കൂറും ടച്ച് ഫോൺ കയ്യിൽ പിടിച്ച് ഇത് കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കുറ്റമില്ല, ഹറാമില്ല. നിങ്ങൾ 24 മണിക്കൂർ ഈ സമയത്താണ് മാത്രം നിങ്ങൾ കാണുന്നത് ടച്ച് ഫോണെന്ന്? അല്ലാലോ. എന്തെല്ലാം ഏതെല്ലാം നിങ്ങൾ കാണുന്നേ? പെണ്ണുങ്ങൾ തുള്ളിക്കളി കാണുന്നേ, ആണുങ്ങളെ തുള്ളിക്കളി കാണുന്നേ. നിങ്ങൾ 24 മണിക്കൂറും തസ്ബീഹും കൈപ്പിടിച്ച് ഖുർആൻ ഓതി നല്ലൊരു മാസത്തിന്റെ അയൽവക്കമല്ലേ, നല്ലൊരു മാസമല്ലേ നിങ്ങൾ? എന്നിട്ട് ഇങ്ങനെ ടച്ച് ഫോണും കയ്യിൽ പിടിച്ച് 24 മണിക്കൂറും നിങ്ങൾ ഫോണിൻ്റെ അകത്തുനിന്ന് എല്ലാ വീഡിയോസുകളും കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കുറ്റമില്ല, നിങ്ങൾക്ക് ഹറാമില്ല, നിങ്ങൾക്ക് നരകമില്ല, നിങ്ങൾക്ക് ശിക്ഷയില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? നിങ്ങളുടെ തെറ്റെന്താ നിങ്ങൾ നോക്കാത്തത്? നിങ്ങളെന്താ നിങ്ങളെ തെറ്റ് കാണാത്തത്? പൊന്നുമക്കളെ, എൻ്റെ തെറ്റ് കാണാത്തത് കൊണ്ടും പറയാത്തത് കൊണ്ടുമല്ല, പക്ഷേ നിങ്ങളെ തെറ്റുകൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടാണല്ലോ എനിക്ക് കമൻ്റ് ഇടുന്നത്. സാബിത്ത തുള്ളിക്കളി, സാബിത്ത ഡാൻസ് കളി, സാബിത്ത എന്നും പറഞ്ഞിട്ടിങ്ങള് പെണ്ണേ തള്ളച്ചീന്നും പറഞ്ഞിട്ടിങ്ങൾ വരുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് സലാത്ത് ചെല്ലണ്ടേ? എൻ്റെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വീഡിയോസ് കണ്ട് നിങ്ങൾ കമൻ്റ് ഇടുന്ന നേരത്ത് 24 മണിക്കൂറും ടച്ച് ഫോണിൻ്റെ അകത്ത് വീഡിയോസ് കണ്ട് കമൻ്റ് ഇടുന്ന നിങ്ങൾക്ക് ദിക്ർ ചെല്ലാൻ എപ്പോഴാണ് നേരം കിട്ടല്? ഖുർആൻ ഓതാൻ എപ്പോഴാണ് നേരം കിട്ടല്? ഇബാദത്ത് ചെയ്യാൻ എപ്പോഴാണ് നേരം കിട്ടല്? ഞങ്ങളെ വീഡിയോസ് കണ്ട് ഞങ്ങൾ ഈ യൂട്യൂബിൽ ഒരു ദിവസം 2 ലക്ഷത്തിലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ വീഡിയോസ് കംപ്ലീറ്റും കുത്തിരി നിങ്ങൾ കണ്ട് കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ സമയം വെറുതെ അല്ലേ? ആ സമയം ദിക്ർ ചൊല്ലിക്കൂടെ? എന്നിട്ട് നിങ്ങളതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പോലത്തോലോട് നിങ്ങൾ പെണ്ണല്ലേ ആണല്ലേ നിങ്ങൾക്ക് ദിക്ർ ചെല്ലറോ സലാത്ത് ചെല്ലറോ പെണ്ണേ അടങ്ങരുതോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തർഹത ഉണ്ട് പറയാൻ?
എന്തർഹത ഉണ്ട് ഇങ്ങക്ക് പറയാ ജുമൈല, എന്റെ കരളായ ജുമൈല. നീ എല്ലാ വീഡിയോസും കാണുന്നൊരു മുത്തുമണിയാണ്, ഐലാഭ്യമാണ്, സ്നേഹമാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷേ നീ കാണുകയും ചെയ്തിട്ട് പെണ്ണേ, നിന്റെ ചാനലിൽ പോയ വളരെ നന്നായിക്ക്. നീ ഇനിയെങ്കിലും അടങ്ങുമല്ലോ, നീ ഇനിയെങ്കിലും ഒതുങ്ങുമല്ലോ, നീ ഇനിയെങ്കിലും നിനക്ക് സ്വർഗം കിട്ടാനുള്ള വഴി കാണുമല്ലോ എന്നൊക്കെ നീ വന്ന് കമന്റ് ഇടുന്നത് കൊണ്ടാണ് നിന്റെ പേര് വിളിച്ച് ഞാൻ പറയുന്നത്. ജുമൈല, എന്റെ ആരംഭായ ജുമൈല, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ നീ എന്തുകൊണ്ടാണ് നീ അത് പാലിക്കാത്തത്? ഞാൻ വീഡിയോസ് ഇടുന്നത് പോലെ തന്നെയാണല്ലോ നീ വീഡിയോസ് കാണലും. തന്റെ ഒരു മുറവും വെച്ചിട്ട് ആരാന്റെ അരമുറം പറയലല്ലേ ഏറ്റവും വലിയ തെറ്റ് അല്ലേ ജുമൈല? സ്നേഹം കൊണ്ടാണ്. എൻ്റെ കൊച്ചുമോളല്ല, എനിക്ക് മോനിക്ക് ഒരു 10 വയസ്സേ ആയിക്കുള്ളൂ. എൻ്റെ മോളാണ് നീ, എൻ്റെ മോളാണ് നീ. നീ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജുമൈല, നിനക്ക് 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വന്ന് പല പല വീഡിയോസും കാണുമ്പോൾ സ്വർഗം വേണ്ടേ? നീ ഒരു മുസ്ലിമല്ലേ? നീ സാബീത്താനെ സ്വർഗത്തിലാക്കിയിട്ട് നിനക്ക് നരകത്തിൽ പോകാനും നരകം കിട്ടാനും നിനക്ക് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് ആരംഭായ ജുമൈല, നീ എല്ലാ ദിവസവും വീഡിയോസ് കാണണം. ഞാൻ ദിവസം ഒരു ഷോർട്ട് വീഡിയോസ് ഒരു 10-15 വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഇനിയും കൂടുതലിടും. ഇപ്പം പുതിയ ചാനലായതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നതിനൊരു ഒരു പരിധിയുണ്ട്. ആദ്യം ഫസ്റ്റ് തുടങ്ങിയ പാടൊരു 3-4 ഇട്ടുവിടും, പിന്നെ 5-6 ആക്കി, പിറ്റേ ദിവസം 8-10 ആക്കി, പിന്നെ 15. അങ്ങനെ ഞങ്ങൾക്ക് പുതിയ വീഡിയോസിന് ഷോർട്ട് വീഡിയോസ് ഇടുന്നതിനൊരു പരിധിയുണ്ട്. അപ്പൊ ഞാൻ എത്ര എല്ലാ വീഡിയോസ് ഞാൻ ഇട്ടാലും കുത്തിരിഞ്ഞ് കാണണേ. ഇനി കണ്ട പൊന്നെ ഇടക്കിടക്ക് ചൂടുവെള്ളം പോയി കുടിക്കുക, തണുത്ത വെള്ളം കുടിക്കുക. വീഡിയോസ് കാണണ്ടേ എല്ലാവരും, ക്ഷീണം പിടിക്കൂലേ? അപ്പൊ എൻ്റെ പൊന്നുമോളെ, എൻ്റെ ചാനലിൽ പോയതിന് വളരെ നന്നായി എന്ന് നീ പറയുന്നു. അത് നിന്റെ മനസ്സിന്റെ ഒരു പ്രീതിയാണ്, അത് നിന്റെ ഒരു അസൂയയാണ്. നീ വിറകിനെ തിന്നും പോലെ അസൂയ മനുഷ്യനെ തിന്നുമെന്ന് നീ പഠിച്ചിട്ടില്ലേ? സാബീത്ത ആ ചാനലിൽ പോയതിനെന്താണ്? ഈ ചാനല് സാബീത്ത അതിൽ പറഞ്ഞതൊക്കെ ഈ ചാനലിലേക്ക് വരും. എല്ലാ ഡാൻസും കളിയും വരും. ഞാൻ ഇന്നെപ്പോലെ ഒരാളെ കുറ്റം പറയാൻ വന്നതല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഒരാളെ കുറ്റം ചെയ്യാൻ വന്നതല്ല. ഞാൻ എൻ്റെ ശരീരത്തോട് ഞാൻ തുള്ളുന്ന്, കളിക്കുന്നു, പറയുന്നു, ചാടുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അല്ലാതെ ഞാൻ ഒരാളെ പൊരുത്തപ്പെടിപ്പിക്കാനോ ഒരാളെ സാക്ഷി പറയാനോ ഞാൻ പോകേണ്ടതില്ല. തലച്ചോറുണ്ടെങ്കിൽ മനസ്സിലാകും. ജുമൈല, ജുമൈല, അതുകൊണ്ട് ഈ സാബീത്ത തുള്ളുന്നതിന് നിങ്ങക്ക് വലിയ കുറവുമുണ്ടോ? ഞാൻ തുള്ളിയാ നിങ്ങക്ക് നരകം കിട്ടുമോ? ഞാൻ വീഡിയോസ് ഇട്ടാ നിങ്ങക്ക് നരകം കിട്ടുമോ? നിങ്ങളോട് അല്ലാഹു ചോദിക്കും ജുമൈല, അല്ലാഹു ചോദിക്കും. സാബിറാനെ പോലത്തെ യൂട്യൂബറും വീഡിയോസ് ഇടുന്നത് നിന്നെ കണ്ടിട്ടല്ലേ, നിങ്ങളെ കണ്ടിട്ടല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വീഡിയോസ് ആണെങ്കിൽ നീ എന്തിന് കണ്ടു? ടച്ച് ഫോൺ ഉപേക്ഷിച്ച് നീ ദിക്റും സലാത്തും ചൊല്ലിക്കൂടെ ജുമൈല എന്ന് അല്ലാഹു ചോദിച്ചാൽ എന്തു പറയും? എന്താ സാബീത്ത എന്തിനാ ഇടുന്നേ? അതിട്ടിട്ടല്ലേ ഞാള് കാണുന്നേന്ന് അള്ളാഹുവിനോട് മറുപടി പറയുക ഇല്ല. ഞങ്ങളല്ല, ഓരോരുത്തരും വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ ലക്ഷക്കണക്കിന് വ്യൂസാണ്. റസാബ്ലോഗ് ഉസ്താദ് പോലും എന്നെ കൊണ്ട് പറഞ്ഞിട്ട വീഡിയോസ് 4 ലക്ഷം 5 ലക്ഷം ആൾക്കാർ കണ്ട്. ഒരു കുറ്റമല്ലേ പറഞ്ഞത്? ഞാനൊരു നൂല് മന്ത്രിച്ചതിന് ഒരു തെറ്റുകൾ തിരുത്തി തരേണ്ട സ്ഥാനത്ത് കുറ്റമല്ലേ പറഞ്ഞത്? തുള്ളിക്കളിച്ചത് നിയാസ് ഉസ്താദ് പറയും പോലെ നല്ല രീതിയിൽ പറയാണ്ട് എന്നെ മോശമാക്കി ചിത്രീകരിച്ച് ജനങ്ങളെ മുന്നിൽ വേർഡ് കമന്റ് എന്നെ കൊണ്ട് പല തെറ്റു കുറ്റങ്ങളും വേർഡ് കമന്റ് ഇടിപ്പിക്കുകയല്ലേ റസാബ്ലോഗ് ഉസ്താദ് ചെയ്തത്? ഇതെല്ലാം കുറ്റമല്ലേ? ഇതെല്ലാം തെറ്റല്ലേ? അത് പറയുന്ന ഓറും അത് കാണാനിരിക്കുന്ന നിങ്ങളും കുറ്റമല്ലേ? നാളെ അല്ലാഹുവിനോട് മറുപടി പറയണം. ഇത് ഞാൻ പറഞ്ഞതായി കണക്കാക്കല്ല, അല്ലാഹു പറഞ്ഞതായി നിങ്ങളൊന്ന് കണക്കാക്ക്. അന്നേരം മറുപടിയില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് ഇടും.
നിങ്ങൾ കമന്റ് ഇടും, പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ വായ് പൂട്ടിപ്പോകും. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ വായ് പൂട്ടിപ്പോകും. എടോ സാബുറ തുള്ളുന്നത് സാബുറ ശരീരത്തോടു കൂടിയാണ്. ശരീരത്തിനാണ് സാബീത്ത സ്വയം തടിയോടാണ് സാബീത്ത ചെയ്യുന്നത്. സാബീത്ത ഇനിയിപ്പൊ നിർത്തി, സാബീത്ത ഇപ്പൊ എല്ലാം നിർത്തി. സാബീത്ത ഇങ്ങനെ അടങ്ങിയിരുന്ന് സുബ്ഹാനല്ലാ മാത്രം ചൊല്ലിയിരുന്നാൽ നീ അടങ്ങോ ജുമൈല? അള്ളാഹു ചോദിക്കും, എന്നാ ജുമൈല ഇഞ്ഞടങ്ങുമോ? നീ ടച്ച് ഫോൺ ഉപേക്ഷിക്കുമോ? ഞാൻ നിനക്കൊരു വാക്ക് തരാം. അള്ളാഹു നിന്നോട് ചോദിക്കുന്നേ, ഈ സാബിറ യൂട്യൂബ് ചാനൽ നിർത്തിയാൽ ജുമൈല നീ ടച്ച് ഫോൺ ഉപേക്ഷിക്കുമോ? കാരണം സാബീത്ത സ്വർഗത്തിലേക്ക് പോകുന്നു, അതേ കൂട്ടത്തിൽ നീയും സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമോ എന്ന് അള്ളാഹു ജുമൈല നിന്നോട് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇടാ. ഇതിന്റെ മറുപടി അള്ളാഹുവിനോട് പറയാൻ നിനക്ക് സാധിക്കൂല. ഇത് ജുമൈലാനോട് മാത്രമല്ലേ, അങ്ങനെ കമന്റ് ഇടുന്നവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നിങ്ങളോട് ചോദിക്കും, എന്ത് പറയും, ഏത് പറയും? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ 24 മണിക്കൂറും ടച്ച് ഫോണിന്റെ അകത്ത് നിങ്ങൾ പലതും കാണുമ്പോൾ അമ്മക്ക് വേറെ വാങ്ങ, അമ്മ വേറെ അത്ര രണ്ടെണ്ണുള്ളൂ. അത് വേറെ ബിസ്ക്കറ്റ് അല്ലേ, ഇവിടെ അത്ര മായത്തിലല്ലേ പൊന്നു മക്കൾക്ക്. ഓൻ്റെ പേക്കും ബിസ്ക്കറ്റ് അവിടെ വെച്ചതേനു, വേറെ കുട്ടികൾ പോയിട്ടായിരുന്നു എടുത്ത് കളഞ്ഞ്. അതാണ് ആ പ്രശ്നം. ഓലിക്കോല പ്രശ്നം, നമ്മളെ പ്രശ്നം. എന്ത് തിരക്കിൻ്റെ ഇടയിലും കുട്ടികളെ മാറ്റി കളറ് അവരെ പ്രശ്നം നമ്മൾ കേൾക്കണം. അത് വലിയൊരു പോയിന്റാണ്. നമ്മളിങ്ങനെ ഇത് സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് ഓലിക്കോല കാര്യം വലിയ കാര്യമാണ്. ഓലിക്കോല വലിയ ആവശ്യം ഓല പറയുന്നത്. അപ്പം പലരും ഉണ്ട് വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ കുട്ടികൾ വന്നു കഴിയുമെന്ന് തച്ച് മാറ്റും ഓല മാനസികാവസ്ഥകൾ മനസ്സിലാക്കണം. അത് ഇതാക്കുന്നുണ്ട് പോലെ അമ്മ എടുത്തുതരാം. ഓനിക്കുണ്ട് ഓട്സ്, ഈ ചോട്ടൊക്കെ ഉണ്ട് ഓട്സ് കച്ചി വെച്ചിട്ട് 2 വയസ്സാണ് കുട്ടി എനിക്കും. അപ്പോൾ നിങ്ങൾ തള്ളി മാറ്റർ ഓല പരിഹരിച്ചതിന് ശേഷം നമ്മളെ കഥയിലേക്ക്, നമ്മളെ കാര്യത്തിലേക്ക് പോവുക. ഇപ്പം അല്ല, പൊതുവിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ജുമൈല, നീ വീഡിയോസ് കാണലും തെറ്റാണ്. ജുമൈല അല്ലേ, ജുമൈല അപ്പോഴത്തെ എല്ലാവരോടും ഞാൻ പറയുകയാണ്, നല്ല മാസമല്ലേ ഈ ടച്ച് ഫോൺ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് കുത്തിരിഞ്ഞൂടെ? നിങ്ങൾ എന്നോട് പറയുന്നു നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല ടച്ച് ഫോണ്. 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും നോക്കി കുത്തിരിക്കുമ്പോൾ അള്ളാഹു നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും നിങ്ങൾ? എനിക്ക് നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ നിങ്ങളോട് ആ സങ്കടമാണ്. എനിക്ക് വേറൊന്നുമല്ല. ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണം.